എൻ്റെ പേര് ഇമ്മാൻ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. അപ്പോൾ എൻ്റെ MBBS റിസൾട്ട്സ് പാസ്സായ എൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയർ എക്സാമിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ എല്ലാം എഴുതി. പക്ഷേ ഒരു സബ്ജക്റ്റിൽ വെറും 2 മാർക്കിൽ എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. അപ്പോൾ അന്നൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അത്രയ്ക്കധികം പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ എന്നൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ മാതാവിനെ എന്ത് കൈവിട്ടു എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഞാൻ അന്ന് മാതാവിനോട് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്, മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാട്ടി തരണം. അപ്പോൾ ഞാൻ കർണാടകയിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിലാണ് പഠിക്കണേ. അപ്പോൾ സാധാരണ ആ യൂണിവേഴ്സിറ്റിക്ക് റീവാലുവേഷനൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ മാർക്ക്, പിന്നെ ഒരു മാറ്റമില്ല. പക്ഷേ ആ കൊല്ലം ആദ്യമായിട്ട് റീവാലുവേഷൻ അവർ ചെയ്യുകയും 2 മാർക്ക് വേണ്ട സ്ഥലത്ത് 20 മാർക്ക് എനിക്ക് കൂടുതൽ തന്ന് മാതാവ് ആ കൊല്ലം എന്നെ പാസ്സാക്കുകയും ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് എൻ്റെ കുടുംബം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും 3rd ഇയറും 4th ഇയറും അതുപോലെ തന്നെ പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നേലും നല്ല മാർക്കോടെ തന്നെ പാസ്സാവുകയും ഇപ്പോൾ എൻ്റെ ഫൈനൽ ഇയർ എക്സാം ഇന്നലെ കഴിഞ്ഞ് അതിലും പാസ്സായി. ഇപ്പോൾ ഒരു ഡോക്ടറായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. മാതാവിന് 1000 നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് ഇമ്മാൻ തൃശ്ശൂരിൽ നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഈ മകൻ്റെ ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോൾ സെക്കൻഡ് ഇയറിൽ റിസൾട്ട് വന്നപ്പോൾ ഒരു സബ്ജക്റ്റിന് ഫെയിലായി. അപ്പോൾ 2 മാർക്ക് മതിയായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയോട് നിരന്തരം മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നൊരു മകനാണ്. അപ്പോൾ ആദ്യം വിഷമിച്ചെങ്കിലും മകൻ ആത്മധൈര്യം വീണ്ടെടുത്താണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. നമുക്കും വേണ്ടത് ഇത് തന്നെയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട്, 10ാം അധ്യായത്തിൽ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുള്ളതുകൊണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. അപ്പോൾ ഈ മകൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞാനും സാക്ഷ്യങ്ങളൊക്കെ കേട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്, പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമാണ് ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോൾ വീണ്ടും വചനം നമ്മളെ പഠിപ്പിക്കുന്ന പ്രകാരം നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. വിശുദ്ധ പൗലോസിൻ്റെ ശക്തമായ വചനങ്ങളിൽ ഒന്നാണ്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. അപ്പോൾ ആത്മധൈര്യമാണ് ഈ മകനെ വീണ്ടും ഒന്ന് മാറി ചിന്തിക്കാൻ പരിശുദ്ധ അമ്മ ഒരു പ്രേരണ കൊടുത്തു. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഒരു പുതിയ വഴി ഈ മകനെ കാണിച്ചു കൊടുത്തു. കാരണം കർണാടക യൂണിവേഴ്സിറ്റിയിൽ കർണാടകയിലാണ് പഠിച്ചത്, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് മെഡിസിൻ പഠിച്ചത്. അപ്പോൾ അവിടെ ഈ റിവാലുവേഷൻ എന്നൊരു സിസ്റ്റം ഇല്ല. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ജോഷുവ 3:5 പ്രകാരമുള്ള ഉടമ്പടി പ്രകാരമുള്ള ഒരു പുതിയ വഴി ഈ മകന് തുറന്നു കിട്ടി. അതായത് ആ വർഷം റിവാലുവേഷൻ ആ യൂണിവേഴ്സിറ്റിയിൽ MBBS സ്റ്റാർട്ട് ചെയ്തു. മറ്റ് സബ്ജക്ട്സിനുണ്ടെന്ന് തോന്നണം അല്ലേ, മറ്റ് ഡിഗ്രിക്കിനുണ്ട്, MBBS ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയൊരു സാക്ഷിയാണ്. അപ്പോൾ ജോഷുവ 3:5 പ്രകാരമുള്ള പുതിയ വഴി ഈ മകന് കാണിച്ചു കൊടുത്തു പരിശുദ്ധ അമ്മ. അതിന് നന്ദി സൂചകമായിട്ട് ഈ കുടുംബസമേതം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് പരിശുദ്ധ അമ്മയോട് സാക്ഷ്യം പറയാൻ നേർന്നിരുന്നു. അമ്മ കൊടുത്തത് പാസ് മാർക്കല്ല, നിങ്ങൾ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ 20 മാർക്ക് കൂടുതൽ കിട്ടും അല്ലേ, 20 മാർക്ക്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് വിശുദ്ധ പൗലോസിൻ്റെ വചനമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരുന്ന വലിയ ദൈവത്തിൻ്റെ സ്നേഹം അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാകുമ്പോൾ അത് തക്ക സമയത്താണ് ഇടപെടുന്നത്. നമുക്കറിയാം, പിന്നെ അത് കിട്ടിയിട്ട് കാര്യമില്ല. അടുത്ത വർഷം ജയിച്ച് എല്ലാ വിഷയത്തിനും പാസ്സായി എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ഇയറിൽ ഫെയിലായ ആ സബ്ജക്റ്റ് ഫെയിലായെന്ന സർട്ടിഫിക്കറ്റിലുണ്ടാവും. പക്ഷേ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ അപമാനിതരാക്കാൻ പരിശുദ്ധ അമ്മ അനുവദിക്കില്ല. അതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ഇന്ന് ഈ മകൻ MBBS കംപ്ലീറ്റായി ഒരു ഡോക്ടറായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ